പ്രിയപ്പെട്ടവരെ, ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമാശ്ലീഹായെക്കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി. പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം. പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക പോരായ്മകളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാന്തോം സ്മൃതി വിശുദ്ധ തോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1950 വാർഷിക സ്മരണിക. തൃശൂർ അതിരൂപത പ്രസിദ്ധീകരണം. സാന്തോം സ്മൃതി. സാന്തോം സ്മൃതി എന്ന പുസ്തകത്തിൻ്റെ ദൃശ്യശ്രാവ്യ രൂപത്തിലെ ഒരധ്യായം കേൾക്കാം. തോമാശ്ലീഹായുടെ കേരള യാത്രാ സാധ്യതകൾ. ഡോക്ടർ KM ഫ്രാൻസിസ്. വിശുദ്ധ തോമസിൻ്റെ ഭാരത സന്ദർശനം ഒരു ചരിത്ര സംഭവമാണോ എന്ന് സംശയിക്കുന്നവർ അനേകമാണ്. തോമാശ്ലീഹ ഭാരതത്തിൻ്റെ വടക്കേ ഭാഗത്ത് ഗോണ്ടഫോറസ് രാജാവിനെയും പ്രജകളെയും മാനസാന്തരപ്പെടുത്തിയെന്ന് ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, അതിനുശേഷം കേരളത്തിൽ വരികയും അനേകരെ മാനസാന്തരപ്പെടുത്തി 7 പള്ളികൾ സ്ഥാപിച്ചുവെന്നും ഐതിഹ്യം സൂചിപ്പിക്കുന്നു. ഐതിഹ്യങ്ങൾ ചരിത്രമാണോ? ചരിത്രരചനാ രീതികൾ. യാഥാർത്ഥ്യത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ചരിത്രരചന സാധ്യമാകണമെങ്കിൽ ആദ്യമേ നാളാഗമം ലോഗ് ബുക്ക് രചിക്കണം. ഓരോ ദിവസവും വ്യത്യസ്ത സമയങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് നാളാഗമം. അതിനുശേഷം വർഷത്തിലൊരിക്കൽ നാളാഗമത്തിലെ പ്രധാന സംഭവങ്ങളെ ഒരു പ്രത്യേക കാഴ്ചപ്പാടിൽ റിപ്പോർട്ടാക്കി മാറ്റുന്നതാണ് ചരിത്രരചനയുടെ ഏറ്റവും നല്ല രീതി. ഇവിടെയും നാളാഗമം അതിൽ നിന്നും തിരഞ്ഞെടുക്കാൻ സ്വീകരിക്കുന്ന കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമനുസരിച്ച് റിപ്പോർട്ട് എഴുതുന്നത് അഥവാ ചരിത്രം രചിക്കുന്നത് മാറിപ്പോകും. ഇത്തരത്തിലുള്ള ഒരു ചരിത്രരചനാ രീതി ഇപ്പോഴും പല രാഷ്ട്രങ്ങളിലും നിലവിലില്ല. പിന്നെ എങ്ങനെയാണ് യഥാർത്ഥ ചരിത്രം ലഭിക്കുക? അതുകൊണ്ട് 3 രീതിയിലാണ് ചരിത്ര വസ്തുതകൾ കൈമാറ്റം ചെയ്തതിൻ്റെ ചരിത്രം. സംഭവിച്ച കാര്യങ്ങൾ അതിശയോക്തിപരമായ വിവരണങ്ങളിലൂടെ തലമുറകളിലേക്ക് കൈമാറുക എന്നതായിരുന്നു ചരിത്രം. കൈമാറ്റം ചെയ്യാനുണ്ടായിരുന്ന ഒന്നാമത്തെ മാർഗം. ഇത്തരത്തിലുള്ള കൈമാറ്റ രേഖകളാണ് ഐതിഹ്യങ്ങൾ. ഐതിഹ്യങ്ങളിലെ എല്ലാ സംഭവങ്ങളും നടന്നതാകണമെന്നില്ല. ഉദാഹരണത്തിന്, പരശുരാമൻ മഴുവെറിഞ്ഞ് രൂപപ്പെടുത്തിയതാണ് കേരളം. മഴുവെറിയുക എന്നാൽ കൃഷി ചെയ്യുക എന്നതാണ് അർത്ഥം എന്ന് മനസ്സിലാക്കാതെയിരുന്നാൽ ഐതിഹ്യത്തിലെ ചരിത്രം പുറത്തു വരികയില്ല. ഭൂമി ദൈവം സൃഷ്ടിച്ചു എന്നത് ശരിയാണ്. ദൈവവിശ്വാസമില്ലാത്തവർ അത് പ്രകൃതിയുടെ ദാനമെന്ന് പറയുന്നു. പക്ഷേ കൃഷിഭൂമി ദൈവത്തിൻ്റെയോ പ്രകൃതിയുടെയോ ദാനമല്ല. ഭൂമിയെ അധ്വാനം കൊണ്ട് രൂപാന്തരപ്പെടുത്തിയാലാണ് അത് കൃഷിഭൂമിയാകുക. അതുകൊണ്ട് കേരളമെന്നാൽ കാടും ചതുപ്പും നിറഞ്ഞ പ്രദേശത്തെ അധ്വാനം കൊണ്ട് കൃഷിഭൂമി ആക്കി മാറ്റിയപ്പോൾ അത് ജനവാസയോഗ്യമായി മാറി എന്നതാണ് ഐതിഹ്യത്തിൻ്റെ പൊരുൾ. ഈ വ്യാഖ്യാനം ചരിത്ര വസ്തുതകൾക്ക് യോജിച്ചതാണ്. അതുകൊണ്ട് ഐതിഹ്യം ശരിയാണ്. നാളാഗമത്തിലൂടെ ദിനവൃത്താന്തം എഴുതി അതിലെ പ്രധാന സംഭവങ്ങളെ ഗ്രന്ഥമാക്കി ചരിത്രമാക്കുന്ന രീതി ലോകത്തിലെ ചുരുക്കം രാജ്യങ്ങളിലാണ് നടന്നിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ ഇത് കല്ലുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ ഇവ തോൽച്ചുരുളുകളിൽ രേഖപ്പെടുത്തി കൈമാറുന്നു. ബാബിലോണിയ, ഈജിപ്ത്, ഗ്രീസ്, റോം എന്നീ സംസ്കാരങ്ങളിലാണ് ഈ രീതി കാണുന്നത്. BC 2000 രചിച്ച ചില കൽഫലകങ്ങൾ ബാബിലോണിയയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതായിരുന്നു ചരിത്രരചനയുടെ 2ാം രീതി. യഹൂദ മതഗ്രന്ഥമായ ദിനവൃത്താന്തം
ഇതിന് ഉദാഹരണമാണ്. ചില തത്വശാസ്ത്ര വീക്ഷണത്തിലൂടെ ചരിത്ര സംഭവങ്ങളെ കോർത്തിണക്കി പുതിയ വ്യാഖ്യാനങ്ങൾ സൂക്ഷിക്കുക എന്നതാണ് ചരിത്രരചനയുടെ ആധുനിക രീതി. ഇങ്ങനെയാണ് മാർക്സിയൻ ചരിത്രം, RSS ചരിത്രം, ഇസ്ലാമിക് ചരിത്രം മുതലായവ രൂപം കൊള്ളുന്നത്. ഉദാഹരണത്തിന്, ഒരു ഇസ്ലാമിക് ചരിത്രകാരൻ ചരിത്രമെഴുതുമ്പോൾ AD 8-ാം നൂറ്റാണ്ടിൽ തന്നെ യൂറോപ്പിൽ പല രാജ്യങ്ങളും ഇസ്ലാം സ്വീകരിച്ചു എന്നെഴുതും. എന്നാൽ യൂറോപ്യൻ ചരിത്രമെഴുതുമ്പോൾ AD 8-ാം നൂറ്റാണ്ടിൽ തന്നെ അറബികൾ സ്പെയിനും പോർച്ചുഗലും സൈബീരിയ കീഴടക്കി. അവിടെ ഇസ്ലാം മതവും അറബി ഭാഷയും അറബി സംസ്കാരവും അടിച്ചേൽപ്പിച്ചു എന്നു രചിക്കും. അതുകൊണ്ട് ശുദ്ധചരിത്രം മാത്രമേ സ്വീകരിക്കൂ എന്നാൽ വിഡ്ഢിത്തമാണ്. കേരളം ഉണ്ടായിരുന്നുവോ? ചരിത്രരചനാ രീതികളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ഐതിഹ്യങ്ങൾ പ്രാകൃത പ്രിമിറ്റീവ് രീതിയിലൂടെ ചരിത്രരചന ആണെന്ന് മനസ്സിലാകും. ഇനി ഐതിഹ്യങ്ങളിലെ ശരികൾ എങ്ങനെ വേർതിരിച്ചെടുക്കും? ഇതിനായി ഐതിഹ്യത്തിൽ വിവരിക്കുന്ന കാര്യങ്ങളിൽ അന്നത്തെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നവയുടെ ശതമാനം പരിശോധിക്കണം. ഉദാഹരണമായി, തോമാശ്ലീഹ വന്നുവെന്നു പറയുന്ന കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് വരുവാൻ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവോ? തോമാശ്ലീഹായ്ക്ക് ഇവിടെയുള്ള ജനങ്ങളുമായി സംസാരിക്കാനുള്ള ഭാഷ ഉണ്ടായിരുന്നുവോ? തോമാശ്ലീഹ വിവിധ സഭകൾ സ്ഥാപിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങൾ അക്കാലത്തെ ജനവാസ കേന്ദ്രങ്ങളും പ്രധാന പാതകളും ആയിരുന്നുവോ? അത്തരം സ്ഥലങ്ങളിൽ ഭൂഖനനം നടത്തി അക്കാലഘട്ടത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള നാണയങ്ങളോ ഉപയോഗ വസ്തുക്കളോ ലഭ്യമാണോ? തോമാശ്ലീഹ വന്നിറങ്ങി എന്ന് പറയുന്ന സ്ഥലം അക്കാലത്തെ ഒരു തുറമുഖം ആണോ? തോമാശ്ലീഹ പുരോഹിതന്മാരുമായി സംവദിച്ചു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇവിടെ പുരോഹിതന്മാരുടെ നേതൃത്വത്തിലുള്ള മതം ഉണ്ടായിരുന്നുവോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം അതെ എന്നാണ് ഉത്തരമെങ്കിൽ ഐതിഹ്യം ശരിയാണ് എന്ന നിഗമനത്തിൽ എത്തുക എന്നതാണ്. ശാസ്ത്രീയ മനസ്സ് പിന്തുടരേണ്ട പാത. തോമാശ്ലീഹ കേരളത്തിലേക്ക് വന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ കേരളമെന്ന പേര് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ചരിത്ര രീതിയിലും വിശുദ്ധ തോമസ് കേരളത്തിൽ വന്നു എന്ന് കാണില്ല. മാത്രമല്ല, 2000 വർഷം മുൻപ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പല സ്ഥലങ്ങളും ഇന്ന് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമാണ്. കേരളം എന്നത് AD 5-ൽ തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തോമാശ്ലീഹ തെക്കേ ഇന്ത്യയിലേക്ക് അഥവാ തമിഴ്നാട്ടിലേക്ക് വന്നുവെന്ന് വിവരിക്കുന്നതായിരിക്കും ഉചിതം. പുരാതന വ്യാപാര വഴികൾ. പടിഞ്ഞാറ് ഏഷ്യയുടെ ഇന്നത്തെ രാജ്യങ്ങൾ ഇസ്രായേൽ, ലെബനൻ എന്നിവയാണ്. ഈ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഫിനീഷ്യ എന്നാണ്. ഫിനീഷ്യൻ വ്യാപാരികളാണ് അന്താരാഷ്ട്ര വ്യാപാരത്തിന് പായ്ക്കപ്പൽ ഉപയോഗിച്ചിരുന്നത്. ഈജിപ്തുകാർക്ക് കടൽ യാത്ര നിഷിദ്ധമായിരുന്നു. അതിനാൽ ഈജിപ്തിൻ്റെ കിഴക്കൻ ഭാഗമായ ഇന്ത്യൻ മഹാസമുദ്രവും പടിഞ്ഞാറൻ ഭാഗമായ മെഡിറ്ററേനിയൻ കടലും തമ്മിലുള്ള പായ്ക്കപ്പൽ വ്യാപാരം ഫിനീഷ്യക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. അതിനാൽ തന്നെ BC 1000 മുതലുള്ള അന്താരാഷ്ട്ര വ്യാപാര വഴികളിലെല്ലാം യഹൂദന്മാരായ കച്ചവടക്കാർ ഉണ്ടായിരുന്നു. മാത്രമല്ല, 200 മുതൽ 400 വരെയുള്ള ചെറുകപ്പൽ സമൂഹങ്ങൾ നിരന്തരം കടലിലൂടെ ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്നിരുന്ന വ്യാപാര വഴിയെ സുഗന്ധവ്യഞ്ജന വഴി, സ്പൈസ് റൂട്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ നാമകരണം ചെയ്യുന്നു. സുഗന്ധവ്യഞ്ജന വഴി വ്യക്തമാക്കുന്നു. സുഗന്ധവ്യഞ്ജന വഴി സോളമൻ്റെ കാലത്തു തന്നെ BC to BC തമിഴ്നാട്ടിൽ നിന്ന് തേക്ക്, മയിൽ, സുഗന്ധവ്യഞ്ജനങ്ങൾ മുതലായവ ഇസ്രായേലിലേക്ക് ഇറക്കുമതി ചെയ്തതായി തെളിവുകളുണ്ട്. യഹൂദ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അരിശി, തുക്കൈ മുതലായ തമിഴ് വാക്കുകളിൽ നിന്നാണ് ഈ വ്യാപാരം ശരിയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ സമ്മതിക്കുന്നത്. തമിഴ്നാടിൻ്റെ കിഴക്കൻ തുറമുഖങ്ങളായിരുന്ന കാവേരി, പൂംപട്ടണം മുതലായ സ്ഥലങ്ങളിൽ അനേകം ഭൂഖനനങ്ങൾ നടത്തി BC 1000 മുതലുള്ള വ്യാപാരത്തിലെ തെളിവുകൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്.
ലോകവ്യാപാരത്തിൻ്റെ ഇടനിലക്കാരായിരുന്നു യഹൂദന്മാർ. അതുകൊണ്ട് വിശുദ്ധ തോമസിന് യാത്രാ സൗകര്യവും ഭാഷാവിനിമയ സൗകര്യവും ഉണ്ടായിരുന്നുവെന്നതിന് തർക്കമില്ല. കൊടുങ്ങല്ലൂർ വ്യാപാര കേന്ദ്രമോ? കേരളത്തിലെ പല ചരിത്രകാരന്മാരും തോമാശ്ലീഹ വന്നുവെന്ന് പറയുന്ന കാലഘട്ടത്തിൽ കേരളം ജനവാസമില്ലാത്ത കാടായിരുന്നുവെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ പുരോഹിതന്മാർ ഇല്ലായിരുന്നുവെന്നാണ് അവർ വാദിക്കുന്നത്. നമ്പൂതിരി എന്ന വാക്ക് AD 1-ാം നൂറ്റാണ്ടിൽ ഇല്ലായിരുന്നു എന്നതാണ് അവരുടെ കണ്ടുപിടുത്തം. കേരളം എന്ന വാക്ക് ഇല്ലാത്തതുകൊണ്ട് കേരളം ഉണ്ടായിരുന്നില്ല എന്ന് പറയാമോ? അതുകൊണ്ട് നമ്പൂതിരി എന്ന വാക്ക് ഇല്ലാത്തതുകൊണ്ട് പുരോഹിതന്മാർ എന്ന ഗണം ഇല്ലാതെ വരുമോ? ഐതിഹ്യങ്ങൾ വാമൊഴി കൈമാറ്റം നടത്തുമ്പോൾ ഓരോ നൂറ്റാണ്ടിലെയും പുതിയ വാക്കുകൾ സ്വീകരിക്കും. അതുകൊണ്ട് അമ്പലം, ആരാധന, പുരോഹിതൻ ഇവ മൂന്നും നിലനിന്നിരുന്നുവോ എന്നു മാത്രമാണ് ചരിത്രകാരൻ ശ്രദ്ധിക്കേണ്ടത്. സംഘകാല കൃതികളിൽ കാണുന്ന വൻപമൗര്യൻ്റെ തേരുകൾ ചേരരാജ്യത്തിൽ ഉരുണ്ടുവെന്ന വാചകത്തിലെ വൻപമൗര്യൻ അശോകനാണെന്ന് MGS നാരായണൻ വ്യാഖ്യാനിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ചാണക്യ സൃഷ്ടിയായ മൗര്യ സാമ്രാജ്യത്തിനും കേരളത്തിൽ വേരുകളുണ്ടെന്നല്ലേ? മാത്രമല്ല, റോമൻ സാമ്രാജ്യത്തിൻ്റെ വ്യാപാര കേന്ദ്രങ്ങളിൽ അടയാളപ്പെടുത്തിയ പുട്ടിങ്ങർ ടേബിൾസിൽ മുസിരിസിൽ അഗസ്റ്റസ് സീസറിന് ഒരു ക്ഷേത്രമുണ്ടെന്നും പാണ്ഡികശാലയുണ്ടെന്നും രേഖപ്പെടുത്തിയിരുന്നു. പ്രസ്തുത രേഖയിൽ പെരിയാർ നദി കടലിൽ പ്രവേശിക്കുന്ന പട്ടണം എന്ന പ്രദേശത്തെയാണ് തുറമുഖമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരള സർക്കാർ ആരംഭിച്ച പട്ടണം ഖനന പദ്ധതിയുടെ ആധികാരിക അടിസ്ഥാന രേഖ പുട്ടിങ്ങർ ടേബിൾസ് ആണ്. പ്രസ്തുത സ്ഥലത്തെ ഖനനത്തിൽ നിന്ന് മുസിരിസ് BC-യിലെ വ്യാപാര കേന്ദ്രമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കേരള കടൽ തീരങ്ങളിൽ വളരെ പഴക്കം ചെന്ന യഹൂദ വ്യാപാര കേന്ദ്രങ്ങളുണ്ടെന്ന യാഥാർത്ഥ്യം ഐതിഹ്യങ്ങളിലെ വസ്തുതകളെ ശരിവയ്ക്കുന്നു. തമിഴ്നാട്ടിലെ വ്യാപാര വഴികളും തോമാശ്ലീഹ സ്ഥാപിച്ച സഭകളും. തോമാശ്ലീഹ സ്ഥാപിച്ചു എന്നവകാശപ്പെടുന്ന സഭാ സമൂഹങ്ങളെല്ലാം അക്കാലത്തെ വ്യാപാര വഴികളായിരുന്നു എന്നത് ഐതിഹ്യ ചരിത്രമായി അംഗീകരിക്കുന്നതിനെ ശരിവയ്ക്കുന്നു. മുസിരിസിനടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യഹൂദ കേന്ദ്രമാണ് പാലയൂർ, പാവറട്ടി, ചിറ്റാട്ടുകര, മറ്റം, കോട്ടപ്പടി മുതലായവ. ഈ സ്ഥലങ്ങളെല്ലാം കടലിനോട് ചേർന്ന് കിടന്നിരുന്ന സ്ഥലങ്ങളാണ്. കടൽ പിൻവാങ്ങി പുതിയ കര സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മുകളിൽ വിവരിച്ച സ്ഥലങ്ങളെല്ലാം കടലിൽ നിന്ന് 6-7 കിലോമീറ്റർ ദൂരം രൂപം കൊണ്ടതാണ്. പെരിയാർ, പമ്പ മുതലായ നദികൾ കടലിൽ വന്നു പതിക്കുന്ന തുറമുഖങ്ങളോട് ചേർന്നാണ് പ്രധാനപ്പെട്ട സുറിയൻ ക്രിസ്ത്യൻ സഭാ സമൂഹങ്ങൾ. മാത്രമല്ല, പെരിയാറിൻ്റെ തീരങ്ങളിലും പമ്പയുടെ തീരത്തുമാണ് തോമാശ്ലീഹ സ്ഥാപിച്ച ഭൂരിഭാഗം സഭാ സമൂഹങ്ങളും. മാത്രമല്ല, ഈ പ്രദേശങ്ങളിൽ നിന്ന് എല്ലാം BC-യിലെ റോമൻ സ്വർണ്ണ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. റോമൻ സ്വർണ്ണ നാണയങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങളിലെല്ലാം തോമാശ്ലീഹ സഭാ സമൂഹങ്ങൾ സ്ഥാപിച്ചു എന്ന് രേഖപ്പെടുത്തിയ ഇടങ്ങളാണ്. കൂടാതെ പെരിയാറിൻ്റെ തീരമായ കോതമംഗലം, നേര്യമംഗലം, മൂന്നാർ വഴി തമിഴ്നാട്ടിലേക്കും കോട്ടയം, കാഞ്ഞിരപ്പള്ളി, കുമളി വഴി തമിഴ്നാട്ടിലേക്കും നിലനിൽക്കുന്ന പുരാതന പാതകൾ പടിഞ്ഞാറൻ കടലും കിഴക്കൻ കടലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതകളാണ്. അതുകൊണ്ട് കടൽ വഴിയോ കരവഴിയോ തോമാശ്ലീഹ മൈലാപ്പൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഉപസംഹാരം: BC 1000-ൽ തന്നെ ആരംഭിച്ച സുഗന്ധവ്യഞ്ജന പാതയും യഹൂദന്മാരുടെ കേരളത്തിലെ കേന്ദ്രങ്ങളും ഈജിപ്തും ഇസ്രായേലും റോമാക്കാരും തെക്കേ ഇന്ത്യയുമായി നടത്തിയിരുന്ന വ്യാപാരങ്ങളും കേരളത്തിലെ സുറിയൻ ക്രിസ്ത്യൻ ജനവാസ മേഖലകളിൽ നിന്ന് കണ്ടെത്തിയ റോമൻ നാണയങ്ങളും തോമാശ്ലീഹ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന ഐതിഹ്യം ഒരു ചരിത്ര യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്നു. തൃശ്ശൂരിലെ ഇയ്യാൽ, എറണാകുളത്തെ വടക്കൻ പറവൂർ, കോട്ടയം, ഉടുമ്പൻചോല, പൂഞ്ഞാർ, നിരണം മുതലായ സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച
റോമൻ നാണയങ്ങൾ ശാസ്ത്രീയമായി റോമൻ കച്ചവട ബന്ധം തെളിയിക്കുന്നു. തമിഴ്നാടിനെ തീരപ്രദേശമായ അരിക്കമേട്ടിൽ നിന്ന് 2100 വർഷം പഴക്കമുള്ള റോമൻ നാണയങ്ങൾ ഖനനം ചെയ്ത് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ മഗധ മൗര്യൻ സാമ്രാജ്യത്തിന് 322 BCE ടു 185 BCE മലബാർ തീരവുമായുള്ള വ്യാപാര ബന്ധം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രസ്തുത തെളിവുകൾ മൗര്യൻ മതത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും വേരുകൾ മലബാർ തീരത്ത് ഉണ്ടായിരുന്നുവെന്നതിൻ്റെ സാധ്യതകളിലേക്ക് വെളിച്ചം വീശുന്നു. പ്രസ്തുത തെളിവുകൾ തോമാശ്ലീഹ തെക്കേ ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള കടലോരങ്ങളിൽ വന്നിരുന്നുവെന്ന ഐതിഹ്യം സത്യമാണെന്ന് തെളിയിക്കുന്നു. സാന്തോം സ്മൃതി. സാന്തോം സ്മൃതിയുടെ ദൃശ്യശ്രാവ്യ രൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക. പുസ്തകരൂപം തയ്യാറാക്കിയിരിക്കുന്നത് പാട്രൺ മാർ ആൻഡ്രൂസ് താഴത്ത്, ആർച്ച് ബിഷപ്പ് ഓഫ് തൃശൂർ. അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി, റവറൻ ഡോക്ടർ പോൾ പുളിക്കൻ, റവറൻ ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ. ചെയർമാൻ റവറൻ ബ്രദർ ജോസ് ചുങ്കത്ത് MMB. വൈസ് ചെയർപേഴ്സൺ റവറൻ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ, സിസ്റ്റർ വെൺമ CSC. എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റിലപ്പള്ളി. പബ്ലിഷ്ഡ് ഓൺ 3 July 2024. ഡിസൈൻ smritidesign.com. പ്രിന്റിംഗ് അനസുര ഓഫ്സെറ്റ്, കൊച്ചി. പബ്ലിഷ്ഡ് ബൈ കാത്തലിക് ആർച്ച് ബിഷപ്സ് ഹൗസ്, ഈസ്ഫോർട്ട്, തൃശൂർ, കേരള. പുസ്തകത്തിൻ്റെ ദൃശ്യ ശ്രാവ്യരൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റിലപ്പള്ളി. സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശൂർ. ഓഡിയോ ഡിസൈനർ പോൾ G. എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ്. വായനാ ശബ്ദം വിൻസെന്റ് ചിത്രം. നിർമ്മാണം തൃശൂർ അതിരൂപത.